അമേരിക്കയിലെ മാഡിസൺ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വിഡ്കോൺസിൽ യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ നിന്നും തോമസ് പ്രോസ അതുപോലെ തന്നെ റിച്ചാർഡ് വെൽഡ്രിക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റുമാർ, ശാസ്ത്രജ്ഞന്മാർ ഈയടുത്ത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഒരു വിഷയമാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കാതെ മിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും, ദീർഘായുഷ്യം കിട്ടും എന്നതാണ്. എന്നാൽ ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതിന്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സത്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് അവിടുത്തെ സുനൻ ഇബ്നു മാജയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാമല ആദമിയുൻ വിആ ശർറ മിൻ ബത്നി ഹസ്ബുൽ ആദമിയു ലുഖൈമാതുൻ യുകിംന സുൽബ ഫഇന്ന ഗലബത്തിൽ ആദമിയു നഫ്സഹു ഫസുലുസുൽ ലിത്അമി വസുലുസുൽ ലിശറാബി വസുലുസുൽ ലിന്നഫ്സി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിരക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നിരക്കുന്നത് അവന്റെ ആമാശയമാണ്, വയറാണ്. അതുകൊണ്ട് മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ചില ഭക്ഷണ ഉരുളുകൾ മാത്രം അവൻ ഭക്ഷണമായി കഴിക്കണം. ഇനി ഭക്ഷണം കൂടുതലായി കഴിക്കണമെന്ന് മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ആമാശയത്തിന്റെ 1/3 ഭക്ഷണത്തിനും മറ്റൊരു ഭാഗം വെള്ളങ്ങൾക്കും പാനീയത്തിനും 1/3 അവസാനത്തെ ഭാഗം വായുവിനും കാറ്റിനും വേണ്ടി വിനിയോഗിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഭക്ഷണം കഴിക്കുന്ന അവസരം